വൈജയന്തിയുടെ കൂട്ടുകാരിയായ ഹരിത വിളിക്കുകയാണ്. ബാലചന്ദ്രനെയും അലീനയും ഹോട്ടലിൽ വെച്ച് കണ്ടില്ലേ, ആ കൂട്ടുകാരി വിളിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ വൈജയന്തിയെ കണ്ടിരുന്നു ബൈപ്പാസിൻ്റെ അവിടുന്ന് ക്രോസ് ചെയ്യുമ്പോൾ ഞാൻ കണ്ടില്ല, ഞാൻ കുറേ ഹോൺ അടിച്ചു എന്ന് ആ കൂട്ടുകാരി പറയുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചില്ല എന്ന് പറയാണ്. കൂടെ അമ്മ ഉണ്ടായിരുന്നല്ലേ എന്ന് ചോദിക്കുകയാണ് ഹരിത. ആ അമ്മ ഉണ്ടായിരുന്നു, അമ്മയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയതായിരുന്നു എന്ന് പറയാണ്. ഞാൻ കണ്ടു, ഞാൻ വൈജയന്തിയുടെ ഹസ്ബൻഡിനെയും കണ്ടു എന്ന് പറയുമ്പോൾ ഒന്ന് ജ്വല്ലറി പോയോ അല്ലെങ്കിൽ ടെക്സ്റ്റൈൽസിൽ പോയോ എന്നൊക്കെ ചോദിക്കുകയാണ്. അവിടെയൊന്നുമല്ല, മഹാരാജ ഹോട്ടലിൽ വെച്ചിട്ടാണ് ഞാൻ കണ്ടത് എന്ന് പറയാണ് കൂട്ടുകാരി. ഇന്ന് ഞാൻ സെർവൻ്റ് ഇല്ലാത്തത് കാരണം ഫുഡൊന്നും ഉണ്ടാക്കിയില്ല, അതുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ പോയതായിരിക്കും എന്ന് പറയണ വൈജ. കൂടെ ഒരു സുന്ദരി പെണ്ണും ഉണ്ടായിരുന്നു എന്ന് പറയണേ. അത് കേട്ടപ്പോൾ വൈജയന്തി ആകെ ഷോക്കാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു പെണ്ണോ എന്ന് ചോദിക്കുമ്പോൾ അതെ, അവർ രണ്ടുപേരും ഒരു ടേബിളിൻ്റെ അപ്പുറം ഇപ്പുറം ഇരുന്നിട്ടാണ് ഭക്ഷണം കഴിച്ചത്, എന്നെ കണ്ട ഭാവം നടിച്ചില്ല എന്ന് പറയുമ്പോൾ വൈജയന്തി പറയുന്നുണ്ട് അത് കാണാഞ്ഞിട്ടായിരിക്കും അല്ലെങ്കിൽ മനസ്സിലാവാഞ്ഞിട്ടായിരിക്കും എന്ന് പറയുമ്പോൾ കൂടെയുള്ള പെണ്ണിനോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടാണ് ഭക്ഷണം കഴിക്കുന്നത്. കൂടെയുള്ള പെണ്ണോ ബബിതയോ മറ്റോ ആണോ എന്ന് ചോദിക്കുമ്പോൾ ബബിതയും കൃഷ്ണയും കണ്ട എനിക്കറിയത്തില്ല, ഇത് അതൊന്നുമല്ല, ഒരു സുന്ദരി പെങ്കൊച്ച്. ഞാൻ കരുതി വൈജയന്തിയുടെ റിലേറ്റീവ്സ് ആരെങ്കിലും ആയിരിക്കുമെന്ന്, കാരണം വൈജയന്തിയുടെ ഏകദേശം ഷേപ്പൊക്കെ ഉണ്ട് ആ പെങ്കൊച്ചിന് എന്ന് പറയാണ്. അപ്പോൾ പിന്നെ എനിക്ക് തോന്നി ഇനി അഥവാ വല്ല സെയിൽസ് ഗേൾ എങ്ങാനും ആയിരിക്കും എന്ന് പറയണം. എന്തായാലും ഞാൻ വൈജയന്തിയെ കണ്ടപ്പോൾ ഒന്ന് വിളിച്ച് പറഞ്ഞതാണ് എന്ന് പറയണം. ഇത് കേട്ടിട്ട് ഏകദേശം കാര്യം മനസ്സിലാവുകയാണ്, വൈജയന്തിക്ക് അലീന ആയിരിക്കും എന്നുള്ളത് മനസ്സിലാവുകയാണ്. പക്ഷേ ഒന്നും പറയുന്നൊന്നുമില്ല. ആ പെണ്ണ് ഹരിത പറയുന്നുണ്ട് ഞാൻ വീട്ടിലെത്തി, എന്തായാലും വെക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്യുകയാണ്. അതിനുശേഷം വൈജയന്തി ബാലചന്ദ്രനെ വിളിക്കുകയാണ്. ഫോൺ എടുക്കുമ്പോൾ തന്നെ ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, നിന്നെ ഞാൻ എത്ര തവണ വിളിച്ചു വൈജയ്, നീ എവിടെ പോയതായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ബാലചന്ദ്രൻ ഇപ്പോൾ എവിടെയാണെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വീണ്ടും ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, നീ എവിടെ പോയതായിരുന്നു, ഫോൺ ഓഫ് ചെയ്ത് വെച്ചിട്ട്, നിന്നെ വിളിക്കാൻ എന്തോരം ശ്രമിച്ചു എന്ന് പറയുമ്പോൾ ഞാൻ ഒന്ന് കൊല്ലപ്പള്ളി പോയായിരുന്നു, അമ്മയും കൂട്ടിയിട്ട് അവിടെ പോയായിരുന്നു എന്ന് പറയാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട് ബാലചന്ദ്രൻ ഇപ്പോൾ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഷോപ്പിൽ എന്ന് പറയാണ്. ബാലചന്ദ്രൻ ഇന്ന് എവിടെയെങ്കിലും പോയായിരുന്നോ എന്ന് ചോദിക്കുകയാണ്. ഞാൻ ഇന്ന് എവിടെ പോകാനാ, മഹാരാജ ഹോട്ടലിൽ പോയായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ പോയിരുന്നു, ഊണ് കഴിക്കാൻ ഞാൻ പോയിരുന്നു, കൂടെ ആരെങ്കിലും ഉണ്ടായിരുന്നോ, ഉണ്ടായിരുന്നു, ആരാന്ന് ചോദിക്കുമ്പോൾ അലീന എന്ന് പറയാം കേട്ടോ. അത് കേട്ടപ്പോൾ അലീനയൊന്ന് ചോദിക്കണം. അതെ, അലീന ഇന്ന് കീ വാങ്ങിക്കാനായിട്ട് എൻ്റെ അടുത്തോട്ട് വന്നപ്പോൾ ഊണും വാങ്ങിച്ചു കൊടുത്ത് അതിനുശേഷമാണ് അവളെ ഞാൻ പറഞ്ഞയച്ചത് എന്ന് പറയുമ്പോൾ ബാലചന്ദ്രൻ എന്തിനാ അവളെയും കൂട്ടിയിട്ട് ഊണ് കഴിക്കാനൊക്കെ, അതും മഹാരാജ ഹോട്ടലിലേക്കൊക്കെ പോയി എന്ന് പറയുമ്പോൾ പിന്നെ അവൾ നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന കുട്ടിയല്ലേ, അവൾക്ക് ഊണ് വാങ്ങിച്ചു കൊടുക്കണ്ടേ, നീ വീട് പൂട്ടിയിട്ടിട്ട് പോയി കഴിഞ്ഞാൽ എന്താ പിന്നെ ചെയ്യാന്നൊക്കെ ചോദിക്കുകയാണ്. അതിന് ഊണ് വാങ്ങിക്കാനുള്ള കാശും കൊടുത്തിട്ട് പറഞ്ഞയച്ചാൽ പോരായിരുന്നു, എന്തിനാ ഒപ്പം കൂട്ടി കൊണ്ടുപോയി ഊണ് വാങ്ങിച്ചു കൊടുത്തേ, കാറിൽ കയറ്റി കൊണ്ടുപോയിട്ടുണ്ടാവുമല്ലോ എന്ന് ചോദിക്കുമ്പോൾ അതേ കാറിൽ കയറ്റി കൊണ്ടുപോയി. ബാലചന്ദ്രൻ എന്താ തീരെ ബോധമില്ല എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ബിതയും കൃഷ്ണയും അതുപോലെ ശിവേട്ടൻ്റെ മോളെയൊക്കെ കാറിൽ കയറ്റി കൊണ്ടുപോയിട്ട് ഓരോന്ന് വാങ്ങിച്ചു കൊടുക്കാറുണ്ടായിരുന്നല്ലോ എന്ന് പറയാണ് ബാലചന്ദ്രൻ. അതൊക്കെ നമ്മുടെ വീട്ടിലെ കുട്ടികളല്ലേ, ഇത് ഒരു വേലക്കാരിയല്ലേ, ഒരു സെർവൻറ്റിനെയാണോ കാറിലൊക്കെ എഴുന്നള്ളിച്ച് കൊണ്ടുപോയിട്ട് ഓരോന്ന് വാങ്ങിച്ചു കൊടുക്കുന്നതെന്ന് ചോദിക്കുകയാണ് വൈജ. അവളുടെ നെറ്റിയിൽ എഴുതി വെച്ചിട്ടുണ്ടോ സെർവൻ്റ് ആണെന്ന്, എന്നാലും നമുക്കറിയാലോ ഒരു സെർവൻറ്റിനെ ആരെങ്കിലുമൊക്കെ കണ്ട എന്താ വിചാരിക്കുക എന്നൊക്കെ പറയും. ഇതൊക്കെ വളരെ മോശമാണെന്നുള്ള രീതിയിൽ സംസാരിക്കുകയാണ്. ബാലചന്ദ്രൻ ചെയ്തത് തെറ്റായിട്ട് ബാലചന്ദ്രന് തോന്നില്ല. വൈജയന്തി ആകെ ഇങ്ങനെ ഷൗട്ട് ചെയ്തുകൊണ്ടിരിക്കട്ടോ, എന്ത് കാര്യത്തിനാണ് അങ്ങനെയൊക്കെ ചെയ്തത്, തീരെ ബോധമില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വഴക്ക് പറയണം. ഊണ് അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ ഒരു 100 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അവൾ എവിടെയെങ്കിലും പോയി വാങ്ങിച്ച് കഴിക്കൂലായിരുന്നു, എറണാകുളം വരെ തന്നെ പോയിട്ട് തിരിച്ചു വന്നതല്ലേ, 2 ദിവസം അവൾ പട്ടിണിയൊന്നും കിടന്നിട്ടില്ലല്ലോ എന്നൊക്കെ പറയണം. എന്നാലും നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന കുട്ടിയല്ലേ എന്ന് ചോദിക്കണം. അതാണല്ലേ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്ന് പറഞ്ഞ് വീണ്ടും വൈജയന്തി വഴക്ക് പറയുന്നുണ്ട്. എനിക്ക് അന്തസ്സായിട്ട് തോന്നുന്ന സ്ഥലത്തേക്കല്ലേ എനിക്ക് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ എന്ന് ബാലചന്ദ്രൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട് അന്തസ്സ് പണം മാത്രമല്ല, അന്തസ്സ് കുറച്ച് ആത്മാഭിമാനം വേണം, കുറച്ച് ബോധവും വേണം, ഓരോ പ്രവൃത്തിയിലും കാണിക്കണം എന്നൊക്കെ വൈജ പറയുകയാണ്. ഇതെന്തായാലും വളരെ മോശമായി പോയി, ഇത്രയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു പറഞ്ഞിട്ട് ബാലചന്ദ്രൻ ഒരുപാട് സംസാരിക്കട്ടെ, ദേഷ്യപ്പെട്ടുകൊണ്ട് സംസാരിക്കുകയാണ്. ബാലചന്ദ്രനാണെങ്കിൽ ഒന്നും മറുത്ത് പറയാൻ പറ്റാത്ത രീതിയിൽ നിൽക്കണം, കാരണം വൈജയന്തി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വൈജയന്തി ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. പിന്നീട് മുത്തശ്ശിയുടെ കാല് തിരുമ്മി കൊടുക്കുകയാണ് അലീന. അങ്ങോട്ടേക്ക് ദേഷ്യപ്പെട്ടുകൊണ്ട് വരിക കേട്ടോ വൈജയന്തി ഭയങ്കര ദേഷ്യത്തോട് കൂടിയിട്ട് അങ്ങോട്ടേക്ക് വന്നേക്കാണ്. അത് അലീനെ കാണുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശി അങ്ങോട്ടേക്ക് നോക്കുന്നുണ്ട്. എന്നിട്ട് വൈജയന്തി വന്നിട്ട് ചോദിക്കുന്നുണ്ട്, നീ ഇന്ന് കടയിൽ പോയിട്ട് ബാലചന്ദ്രനെ വിളിച്ചുകൊണ്ട് പോയി ഊണ് കഴിക്കാൻ പോയി എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അലീന പറയുന്നുണ്ട്, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, ഇത് എൻ്റെ മുഖത്ത് നോക്കി കള്ളം പറയരുതെന്ന് പറയാണ്. നീ ബാലചന്ദ്രനെ വിളിച്ചുകൊണ്ട് ഊണ് കഴിക്കാൻ പോയില്ല എന്ന് ചോദിക്കുമ്പോൾ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, ചെയ്ത കാര്യമല്ലേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ എന്ന് പറയണം. അപ്പോൾ വൈജയന്തി ആണെങ്കിൽ ദേഷ്യപ്പെടുന്നുണ്ട്, പച്ച കള്ളാണ് അമ്മ ഇവള് പറയുന്നതെന്ന് പറയുമ്പോൾ നീ എന്തൊക്കെയാണ് വൈജയ് പറയുന്നത്, ഞാൻ ചോദിച്ചോളാം എന്ന് പറയണം.
എന്താ മോളെ ഉണ്ടായെന്ന് ചോദിക്കുമ്പോൾ അലീന പറയുന്നുണ്ട്, ചോദിക്കേണ്ട രീതിയിൽ ചോദിച്ചാൽ സത്യം ഞാൻ പറയും എന്ന് പറയണം. അങ്ങനെ മുത്തശ്ശിയോട് അലീന പറയുന്നുണ്ട്, ഞാൻ കീ വാങ്ങിക്കാനായിട്ട് കടയിൽ ചെന്നപ്പോൾ സാർ എന്നോട് ചോദിച്ചു നീ ഭക്ഷണം കഴിച്ചു എന്ന്. അപ്പോൾ ഞാൻ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്നെ നിർബന്ധിച്ച് കൊണ്ടുപോയി ഭക്ഷണം വാങ്ങിച്ച് തന്നതാണെന്ന് പറയണം. നിനക്ക് പറയായിരുന്നല്ലോ വേണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ, ഞാനിവിടെ 9 മണിക്ക് ഇവിടെ എത്തിയതാണ് മുത്തശ്ശി, ഭക്ഷണം ഒന്നും കഴിക്കാതെ 9 മണിക്ക് ആകുമ്പോഴേക്കും അവിടുന്ന് എത്താനായിട്ട് പോകുന്നതാണ്. 10 മണിക്ക് മുന്നേ ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. എന്നിട്ട് 2 മണി വരെ ഞാൻ ഇവിടെ അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് നിന്ന് നോക്കി, സിറ്റ് ഔട്ടിലും ഗേറ്റിലൊക്കെ ആയിട്ട് ആരെങ്കിലും വരുമെന്ന് ഓർത്ത് വന്നില്ല. അങ്ങനെയാണ് ഞാൻ കടയിൽ പോയത്. അവിടെ എത്തിയപ്പോൾ സാറിന് ആ മനുഷ്യത്വപരമായിട്ടുള്ളൊരു അത് മനസ്സിലായതുകൊണ്ടായിരിക്കും എന്നോട് ചോദിച്ചു. അപ്പോൾ ഊണ് കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ എന്നെ കൂട്ടിക്കൊണ്ടുപോയിട്ട് ഭക്ഷണം വാങ്ങിച്ചു തന്നു. ഓ നിൻ്റെ കയ്യും പിടിച്ച് കൂട്ടിക്കൊണ്ടുപോയി നിൻ്റെ വായിൽ വാരി വെച്ച് തന്നിട്ടുണ്ടാവും ഒല്ലടി എന്ന് ചോദിക്കുമ്പോൾ, നീ എന്തൊക്കെയാണ് വർത്താനം പറയണത് വൈജി എന്ന് ചോദിച്ചുകൊണ്ട് മുത്തശ്ശി വഴക്ക് പറയണം. നീ മാഡം മാഡം എന്ന് അവളെ കൊണ്ട് വിളിപ്പിച്ചിട്ട് നീ വെറും കീടമായി പോവാണല്ലോ വൈജി എന്ന് പറയട്ടെ മുത്തശ്ശി ചില സമയത്തൊക്കെ ഇങ്ങനെ കുറിക്ക് കൊള്ളുന്ന വർത്താനം കൊടുക്കുന്നുണ്ട്. ഒരു 50 തവണയെങ്കിലും നീ ഇവളുടെ മുന്നിൽ തോറ്റിട്ടുണ്ടാവും, ഇനിയും നിനക്ക് തോക്കാൻ നാണമില്ലേ എന്നൊക്കെ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്. അപ്പോൾ വൈജ പറയുന്നുണ്ട്, നീ എന്തിനാണ് അങ്ങനെ ചെയ്തത്, നിനക്ക് വേണ്ടാന്ന് പറയാമായിരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ വേണ്ടാന്ന് സാറിനോട് പറഞ്ഞതാണ്, പക്ഷേ സാറ് കേട്ടില്ല എന്ന് പറയുമ്പോൾ, അപ്പോൾ മുത്തശ്ശിയും പറയുന്നുണ്ട്, അതാണിപ്പോൾ ഇത്ര വലിയ കാര്യമായത്, അവൻ്റെ ഒരു നന്മ ചെയ്തതല്ലേ, എന്താ അവൻ്റെ ഒരു നല്ല മനസ്സുകൊണ്ട് അവൻ ചെയ്തൊരു പ്രവൃത്തിയല്ലേ അതാണ് മനുഷ്യത്വപരമായിട്ടുള്ള പ്രവൃത്തി എന്നൊക്കെ പറയണം മുത്തശ്ശി. അപ്പം അലീനയും പറയുന്നുണ്ട്, അപ്പോൾ സാറ് നിർബന്ധിച്ചിട്ടാണ് ഞാൻ പോയത് എന്ന് പറയുമ്പോൾ, ഇപ്പം എല്ലാം സാറിനായി കുറ്റം അല്ലേ, നിനക്ക് വേണ്ടായിരുന്നു പറയാമായിരുന്നല്ലോ എന്ന് ചോദിക്കുമ്പോൾ, സാറിനെ കുറ്റം പറഞ്ഞതല്ല, സാറിൻ്റെ നന്മ, ദയ, മനുഷ്യത്വം അതാണ് അവിടെ കാണിച്ചത്, അല്ലാതെ വലിയ കുടുംബത്തിൽ പിറന്നു എന്ന് പറഞ്ഞിട്ട് അത് ഉണ്ടാവണമെന്നില്ല, പ്രവൃത്തിയിലാണ് കാണേണ്ടത് എന്ന് പറയാണ് അലീന. വൈജയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പറയാണ്, നിനക്കറിയാലോ നീ ആരാണെന്ന്, മുതലാളിയുടെ കൂടെയൊക്കെ ഇരുന്ന് കഴിക്കാനും മാത്രം നീ വളർന്നോ, നീ ഒരു സെർവൻ്റ് അല്ലേ ഇവിടുത്തെ, ബാലചന്ദ്രൻ്റെ കൂടെ ഇരുന്ന് കഴിക്കാനൊക്കെ നീ ആയോ എന്നൊക്കെ ചോദിക്കുകയാണ്. നീ ആരാണെന്ന് നിനക്ക് ശരിക്കും അറിയാലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അലീന പറയുന്നുണ്ട്, ഞാൻ ആരാണെന്ന് എനിക്ക് ശരിക്കും ബോധ്യമുണ്ട്, അതാരും എന്നെ പഠിപ്പിക്കേണ്ട എന്നൊക്കെയുള്ള രീതിയിൽ അലീന സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. വൈജയന്തിക്ക് ഭയങ്കര ദേഷ്യം വരികയാണ്. ബാലചന്ദ്രൻ ഇങ്ങോട്ട് വരട്ടെ എന്ന് ഞാൻ വെച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിൽ സംസാരിക്കുകയാണ്. എനിക്കത് മാത്രമല്ല വേറെയും കുറേ സംശയങ്ങളുണ്ടെന്ന് പറയുമ്പോഴാണ് മുത്തശ്ശി ചോദിക്കുന്നത്, ഇനി നിനക്ക് എന്ത് സംശയങ്ങളാണ്, നീ ഇത്രയായിട്ടും പഠിച്ചില്ലേ, എത്ര തവണയാണ് ഇവളുടെ മുന്നിൽ നീ തോറ്റു പോകുന്നത്, ഇനിയും നാണമാവുന്നില്ലേ നിനക്ക് എന്ന് പറയുമ്പോൾ, അമ്മ ഇനി കൂടുതൽ വക്കാലത്തും കൊണ്ട് വരണ്ട, അമ്മ ഇവിടെ മിണ്ടാതെ കിടന്നാൽ മതി എന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ടുകൊണ്ട് പോവുകയാണ് വൈജയന്തി. അപ്പോൾ ഇനി എന്തൊക്കെയാണ് അവ കാണാൻ പോകുന്നതെന്ന് പറയാണ്. അപ്പോൾ അലീന പറയുന്നുണ്ട്, അതൊന്നും സാരമില്ല മുത്തശ്ശി, അതൊക്കെ പോട്ടെ, ഇതൊന്നുമല്ല, ഇതിലും വലിയ പരീക്ഷണങ്ങളാണ് ഇനി വരാൻ പോകുന്നത്, അതൊക്കെ മുത്തശ്ശി കണ്ടോ എന്ന് പറഞ്ഞിട്ട് അലീന കൊണ്ടുവന്ന കവറൊക്കെ കാണിച്ചു കൊടുക്കുകയാണ്. അതെന്താ മോളെന്ന് ചോദിക്കുമ്പോൾ, കുറച്ച് ഡ്രസ്സും കുറച്ച് 2 ഇയറിങ്സുമാണ്, സ്വർണ്ണക്കമ്മൽ, ഇതൊക്കെ നീ വാങ്ങിച്ചതാണോ എന്ന് ചോദിക്കുമ്പോൾ, അതൊക്കെ ഞാൻ പറയാം മുത്തശ്ശി, ആദ്യം മുത്തശ്ശിയുടെ കാലൊക്കെ ഒന്ന് ഞാൻ ചൂട് പിടിക്കട്ടെ, അതൊക്കെ ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ട് അലീന മുത്തശ്ശിയുടെ കാല് ചൂട് പിടിക്കാനായിട്ട് പോവാണ്. അലീന മുത്തശ്ശിയുടെ കാല് ചൂട് പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വൈജയന്തി വീണ്ടും വരിക കേട്ടോ. വളരെ ദേഷ്യത്തിലാണ് വീണ്ടും വരുന്നത്. എന്താ വൈജയൻ ചോദിക്കുമ്പോൾ, ഒരു കാര്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് വീണ്ടും അലീനയുടെ അടുത്തേക്ക് വരുന്നത്. നിന്നെ ബാലചന്ദ്രൻ അവിടെ നിന്ന് കാറിൽ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് വിട്ടു അല്ലേടി എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അലീന ഇല്ല എന്ന് പറയാണ്. അതെന്താ ആര് പറഞ്ഞു എന്ന് ചോദിക്കാൻ അലീന, അതൊക്കെ ഞാൻ അറിഞ്ഞു, ആര് പറഞ്ഞു എന്ന് നീ അറിയണ്ടെന്ന് പറയാണ്. അപ്പോൾ പറയുന്നുണ്ട്, എന്നോട് കൊണ്ടുവിടാമെന്ന് പറഞ്ഞതാണ്, പക്ഷേ ഞാൻ വേണ്ടാന്ന് പറഞ്ഞിട്ട് എനിക്ക് കീ തന്നു, ഒരു ഓട്ടോയും വിളിച്ച് തന്നു എന്ന് പറയണം. എന്തിനാ അങ്ങനെ ചെയ്തത്, കാറിൻ്റെ ഫ്രണ്ട് സീറ്റിലുണ്ട് ഞെളിഞ്ഞിരിക്കാൻ പാടില്ലായിരുന്നോ, കാറിൽ കയറി ഇവിടെ വരെ വരായിരുന്നല്ലോ എന്ന് വൈജയന്തി പറയണം. നീ എന്താ വൈജ പിന്നെയും വന്നേക്കുന്ന ഓരോ കാര്യങ്ങൾ കൊണ്ട് എന്ന് പറയുമ്പോൾ, അമ്മ ഒന്നും മിണ്ടാതിരിക്കുക അവിടെ എന്ന് പറയണം വൈജ. അപ്പോൾ അലീന പറയുന്നുണ്ട്, ഞാൻ കാറിൽ കയറിയല്ലോ, കാറിൽ ഫ്രണ്ട് സീറ്റിൽ എന്നെ കയറ്റി സാറ് കൊണ്ടുപോയി, ഭക്ഷണം കഴിക്കാൻ ഹോട്ടലിലേക്ക് ജ്വല്ലറിയിൽ നിന്ന് കാറിലാണ് എന്നെ കൊണ്ടുപോയത് എന്ന് പറയാണ് അലീന. അത് കേട്ടിട്ട് വൈജയന്തി ആകെ ഷോക്കാവുകയാണ്. അതും ഫ്രണ്ട് സീറ്റിലേ, ഞാൻ ബാക്കിലോട്ട് കയറാമെന്ന് നിന്നപ്പോൾ സാറ് പറഞ്ഞു, ഞാൻ എന്താ നിൻ്റെ ഡ്രൈവറാണോ എന്ന് ചോദിച്ചു എന്നിട്ട് എന്നോട് ഫ്രണ്ട് സീറ്റിൽ കയറാൻ പറഞ്ഞു. അതെന്താ അങ്ങനെയെന്ന് വളരെ ചിരിച്ചുകൊണ്ടാണ് വൈജയന്തിയോട് ചോദിക്കുന്നത്. എന്താണെന്ന് നിനക്ക് നേരെ അങ്ങേരോട് തന്നെ ചോദിക്കാൻ പാടില്ലായിരുന്നോ എന്ന് പറയണം. എനിക്കറിയില്ല എന്താ മുത്തശ്ശി അങ്ങനെയും ചോദിക്കുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, അതെ ഡ്രൈവർ വണ്ടി ഓടിക്കുമ്പോൾ മുതലാളിമാർ കാറിൻ്റെ പുറകെയിലാണ് ഇരിക്കുക. ഓ അതാണോ, എനിക്കറിയില്ലായിരുന്നു മുത്തശ്ശി, എന്താണെങ്കിലും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഓ നിനക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അല്ലേ എന്ന് ചോദിക്കുമ്പോൾ, എനിക്കതേ സത്യമായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറയണം. അങ്ങനെ അലീന അവിടെ നിന്ന് ബാമൊക്കെ എടുത്ത് വെക്കാനായിട്ട് ചെല്ലുന്ന സമയത്ത് വീണ്ടും പുറകെ വരുന്നുണ്ട്. നിനക്ക് ആ കാറിൽ കയറിയത് വല്ലാണ്ടാണ്ട് പിടിച്ചു എന്ന് ചോദിക്കുമ്പോൾ, അതെ എനിക്ക് പിടിച്ചു, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു, കാറിൽ വന്നത് നല്ല സുഖമുണ്ടായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു, എൻ്റെ അച്ഛൻ എന്നെ കൂടെ കൊണ്ടുവരുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് എന്ന് പറയാണ് അലീന. അത് കേട്ടപ്പോൾ വൈജയന്തി ഒന്ന്
തല താഴ്ത്തുന്നുണ്ട് കേട്ടോ. കാരണം അച്ഛൻ എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുമ്പോൾ അവളുടെ മനസ്സിൽ വേറെ ഒന്നുമില്ല എന്നുള്ളൊരു ചിന്തയായിരിക്കും. എന്തോ എന്തോ എന്നാലും ദേഷ്യമാണ്. അത് കേട്ടിട്ട് മിണ്ടാതെ അവിടുന്ന് പോവുകയാണ്. അപ്പോൾ അലീന മുത്തശ്ശിയോട് പറയുന്നുണ്ട്, ശരിക്കും മുത്തശ്ശി എൻ്റെ അച്ഛൻ എന്നെ കൊണ്ടുപോയ ഫീലായിരുന്നു എനിക്ക് എന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, അതൊന്നും പറഞ്ഞാൽ അവൾക്ക് മനസ്സിലാവത്തില്ല മോളെ എന്ന് പറയാണ് മുത്തശ്ശി. പിന്നീട് ബാലചന്ദ്രൻ വീട്ടിലേക്ക് വരികയാണ്. കുറച്ച് നേരത്തെയാണ് വരുന്നത്. അത് കണ്ടിട്ട് വൈജി ചോദിക്കുന്നുണ്ട്, ബാലചന്ദ്രൻ എന്താ ഇത്ര നേരത്തെ വന്നതെന്ന് ചോദിക്കുമ്പോൾ നിൻ്റെ സംശയം അങ്ങോട്ട് തീരട്ടെ എന്ന് വിചാരിച്ചു, നീ പറഞ്ഞിട്ടാണ് ഞാൻ വന്നതെന്ന് പറയുമ്പോൾ ഞാൻ എന്ത് പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലല്ലോ വരാൻ, എന്ത് സംശയം എന്ന് ചോദിക്കുകയാണ്. നീയല്ലേ കുറച്ച് നേരത്തെ പറഞ്ഞു ഞാൻ ഇവിടുത്തെ വേലക്കാരിയും കൊണ്ടിട്ട് നാട് ചുറ്റുകയാണ്, പാലാപ്പട്ടണം കറങ്ങുകയാണ്, ഭക്ഷണം വാങ്ങിക്കാൻ പോയി എന്നൊക്കെ. അതൊക്കെ ഉള്ളതല്ലേ, ബാലചന്ദ്രൻ എന്തിനാണ് അങ്ങനെ ചെയ്തത് എന്ന് ചോദിക്കുകയാണ്. ഇവിടുത്തെ സെർവൻറ്റിനെയും കൊണ്ട് എന്ന് പറയുമ്പോൾ അവൾ ഇവിടുത്തെ സെർവൻ്റാണെന്ന് ആര് പറഞ്ഞു, നിൻ്റെ അച്ഛൻ അവളെ ഇവിടെ കെയർ ഗിവറായിട്ടാണ് കൊണ്ടുവന്നത് എന്ന് പറയണം, നിൻ്റെ അമ്മയെ നോക്കാനായിട്ട്. അപ്പോൾ പറയുമ്പോൾ അവൾ എനിക്കൊരു കെയറും അല്ല ഗിവറും അല്ല, അവൾ എനിക്ക് വീട്ടുവേലക്കാരിയാണെന്ന് പറയുമ്പോൾ അത് നിൻ്റെ മനസ്സിൻ്റെ ഏറ്റവും മോശമായിട്ടുള്ള മഹത്വമാണ്. അല്ലാതെ അവളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവൾ ഇവിടുത്തെ ജോലിയൊക്കെ ചെയ്യുന്നത്, നിന്നെ അനുസരിക്കുന്നത് അവളുടെ ശ്രേഷ്ഠമായ എളിമയാണ് എന്നൊക്കെ പറയണേ. ബാലചന്ദ്രൻ എന്തിനാ എപ്പോഴും അവളെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അവളുടെ ഭാഗത്ത് ന്യായമുള്ളത് കൊണ്ടാണ് എന്ന് പറയണം. അപ്പോൾ പറയുന്നുണ്ട്, ബാലചന്ദ്രൻ അങ്ങനെ ചെയ്തത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, എന്തിനാണ് അങ്ങനെ ചെയ്യാൻ പോയതെന്ന് ചോദിക്കുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നത്, ഈ പാലാ പട്ടണം ഉണ്ടല്ലോ, നിൻ്റെ അച്ഛൻ കണ്ടതിനേക്കാൾ കൂടുതൽ ഞാൻ കണ്ടിട്ടുണ്ട്, അതിനേക്കാൾ കൂടുതൽ പരിചയമുണ്ട് എനിക്ക്. അവർക്കൊക്കെ അറിയാം ബാലചന്ദ്രൻ ഒന്നല്ല 10 പെണ്ണുങ്ങളെ കൂടെ എങ്ങോട്ടെങ്കിലും കൊണ്ടുപോയാലും ഒരു വഷളനാണ് ഞാനെന്ന് ആരും പറയത്തില്ല, പക്ഷെ നീ പറയും എന്ന് പറയുമ്പോൾ അതിന് തക്കതായ കാരണമുള്ളത് കൊണ്ട് എന്ന് പറയണം. അപ്പോൾ പറയുന്നുണ്ട് ബാലചന്ദ്രൻ, അത് നീ മാത്രമേ അങ്ങനെ പറയത്തുള്ളൂ എന്ന് പറയുമ്പോൾ എന്ത് തക്കതായ കാരണം ഉണ്ടായി, ഹോട്ടലിൽ കൊണ്ടുപോയി ഭക്ഷണം വാങ്ങിച്ചു കൊടുത്തതാണോ ഇത്ര വലിയ തെറ്റ് എന്ന് ചോദിക്കുമ്പോൾ അത് അവൾക്ക് വാങ്ങിച്ചു കൊടുത്തതാണ് എന്ന് തെറ്റ് എന്ന് പറയണം. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ബാലചന്ദ്രൻ എന്തെങ്കിലും സമ്മാനം വാങ്ങിച്ചു കൊടുത്തു അവൾക്ക് എന്ന് ചോദിക്കും. അതെന്താ ഇപ്പം അങ്ങനെ തോന്നാൻ എന്ന് ചോദിക്കുന്നുണ്ട് ബാലചന്ദ്രൻ. അല്ല, അവളുടെ കയ്യിൽ കുറച്ച് ഡ്രസ്സിൻ്റെ കവറും ഒക്കെ കണ്ടു, നമുക്കാണെങ്കിൽ ജൗളിയും ജ്വല്ലറിയും ഒക്കെ ഒരുപാട് ഉണ്ടല്ലോ, ഷോപ്പുള്ളത് കൊണ്ട് എന്ത് വേണേലും കൊടുക്കാമല്ലോ എന്ന് പറയണം. ഞാൻ കൊടുത്തു എന്ന് അവൾ പറഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് അവൾ പറയാം, അപ്പം അവളെ വിളിക്കും ചോദിക്കാമെന്ന് പറയുമ്പോൾ എനിക്ക് അവൾ പറഞ്ഞൊന്നുമില്ല, അവളെ വിളിച്ച് ചോദിക്കേണ്ട കാര്യമില്ല, ബാലചന്ദ്രൻ പറഞ്ഞാൽ മതി എന്ന് പറയുമ്പോൾ സ്വന്തം അച്ഛനെ അമ്മയെ വിശ്വസിക്കാത്ത നീയാണ് എന്നെ വിശ്വസിക്കുന്നത്, നീ അവളെ വിളിക്കുക, അവളെ ഗിഫ്റ്റ് എന്താണെന്ന് കാണണമല്ലോ എന്ന് പറയുമ്പോൾ അതെന്തായാലും കാണണമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. കാരണം നമ്മൾ കൊടുക്കുന്ന ശമ്പളത്തേക്കാൾ കൂടുതൽ ചിലവാക്കുന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണ് അവൾക്ക് കിട്ടുന്നതെന്ന് നമ്മൾ അറിയണമല്ലോ എന്ന് പറഞ്ഞിട്ട് അലീനയുടെ സാധനങ്ങൾ എടുത്തുകൊണ്ട് വരാനായിട്ട് അലീനയെ വിളിക്കാനായിട്ട് പോവാണ് വൈജയന്തി. അങ്ങനെ അലീനയും കൂട്ടിയിട്ട് വൈജയന്തി വരുന്നുണ്ട്. എന്തേ വിളിച്ചില്ലെന്ന് ചോദിക്കുമ്പോൾ ഇതേ വരുന്നുണ്ട് എന്ന് പറയണം വൈജയന്തി ബാലചന്ദ്രനോട്. അങ്ങനെ ബാലചന്ദ്രൻ അലീനയുടെ അടുത്തേക്ക് ചെന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഇതൊക്കെ നിനക്ക് ഞാൻ വാങ്ങിച്ചു തന്നതാണോ എന്ന് ചോദിക്കുകയാണ്. അല്ല, അങ്ങനെ ആരാ പറഞ്ഞ സാറിനോട് എന്ന് ചോദിക്കുമ്പോൾ ഇത് എൻ്റെ ഭാര്യയ്ക്കൊരു സംശയം, ഇതൊക്കെ ഞാൻ നിന്നെ വശീകരിക്കാനായിട്ട് വാങ്ങിച്ചു തന്നതാണോ എന്ന് സംശയം എന്ന് പറയുമ്പോൾ വൈജയന്തിക്ക് വല്ലാതാവട്ടോ. ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ല, എഴുതാപ്പുറം വായിക്കേണ്ട ബാലചന്ദ്രൻ എന്ന് പറയുമ്പോൾ നീ അങ്ങനെ തെളിച്ച് പറഞ്ഞില്ല, പക്ഷേ ഉള്ളിൽ അത് അർത്ഥം വെച്ചുകൊണ്ടാണ് നീ ചോദിച്ചത് എന്ന് പറയണം. അപ്പോൾ അലീന പറയുന്നുണ്ട്, ഇത് ഒക്കെ അതിലെ സാധനങ്ങൾ എടുത്ത് കാണിച്ചുകൊണ്ട് ഇതൊക്കെ ചുരിദാറും ഡ്രസ്സും ഒക്കെയാണ്, പിന്നെ ഓർണമെൻറ്റ്സിൻ്റെ 2 കമ്മലുണ്ട്, ഇതൊക്കെ എനിക്ക് മാമൻ അങ്കിള് വാങ്ങിച്ചു തന്നതാണ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ബില്ലൊക്കെ എടുത്ത് കാണിച്ചു കൊടുക്കുകയാണ്. ഇതിൻ്റെ കവർ കണ്ടില്ലേ സാർ, ഇതൊക്കെ എറണാകുളത്ത് നിന്ന് വാങ്ങിച്ചതാണ് എന്ന് പറയണം. അങ്ങനെ ആ ബില്ല് ബാലചന്ദ്രൻ്റെ കയ്യിൽ കൊടുക്കുമ്പോൾ അതിൽ ഗോൾഡിൻ്റെ ബില്ല് വൈജയന്തി വാങ്ങിച്ചുകൊണ്ട് അതിങ്ങനെ നോക്കുന്നുണ്ട്. 13,000 രൂപ, 2 ഗ്രാമിൽ കൂടുതലുണ്ടല്ലോ, ഇതിനൊക്കെ നിനക്ക് എവിടെ നിന്നാണ് കാശ് എന്ന് ചോദിക്കുമ്പോൾ ഇതൊന്നും ഞാൻ വാങ്ങിച്ചതല്ല, മാമച്ചനെങ്കിൽ എനിക്ക് ഗിഫ്റ്റായിട്ട് തന്നതാണ് എന്ന് പറയുമ്പോൾ ഏത് മാമച്ചൻ എന്ന് ചോദിക്കണം. ഞാൻ പറഞ്ഞില്ലേ രേവതിക്കുട്ടി നിൽക്കുന്ന വീട്ടിലെ അങ്കിളാണ് എന്ന് പറയാട്ടോ. അപ്പോൾ എനിക്ക് തോന്നി വാങ്ങിച്ചു തന്നതായിരിക്കും എന്നൊക്കെ പറഞ്ഞ് മോശമായിട്ടുള്ള രീതിയിൽ സംസാരിക്കുകയാണ്. അപ്പോൾ എങ്ങനെ വാങ്ങിച്ചു തരാതിരിക്കും, നീ 2 ദിവസം പോയി അവിടെ നിന്നപ്പോഴേക്ക് നിനക്ക് ഇതൊക്കെ വാങ്ങിച്ചു തരണമെങ്കിൽ എന്നൊക്കെ പറഞ്ഞ് വളരെ മോശമായിട്ടുള്ള രീതിയിൽ സംസാരിക്കുകയാണ്. മാഡം എന്താ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവാഞ്ഞിട്ടൊന്നുമല്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, നിനക്ക് ഇത്രയൊക്കെ വാങ്ങിച്ചു തന്നെങ്കിൽ അപ്പോൾ ആരാ രേവതിക്കുട്ടി എന്ന് ചോദിക്കുകയാണ്. എൻ്റെ അനിയത്തി ഞാൻ പറഞ്ഞിട്ടില്ലേ എന്ന് ചോദിക്കുകയാണ്. ഓർഫനേജിൽ വളർന്ന നിങ്ങളെങ്ങനെ അനിയത്തിയാവും എന്ന് ചോദിക്കുമ്പോൾ സ്നേഹബന്ധത്തേക്കാൾ വലുതായിട്ട് ഒന്നുമില്ല, രക്തബന്ധങ്ങൾ ഉണ്ടല്ലോ, രക്തബന്ധങ്ങൾ ഓർഫനേജിൽ കൊണ്ടുപോയി ഒഴിവാക്കി തള്ളിക്കളഞ്ഞു വിടും, അവിടെ സ്നേഹബന്ധം വളരും, ആ സ്നേഹബന്ധമാണ് ഏറ്റവും വലുത്, രക്തബന്ധത്തേക്കാൾ വലുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയണം. അപ്പോൾ പറയുന്നുണ്ട്, നിൻ്റെ ഈ രേവതിക്കുട്ടിക്ക് അപ്പോൾ ഇതിനേക്കാൾ നിനക്ക് ഇത്രയും വാങ്ങിച്ചു തന്നെങ്കിൽ അവൾക്ക് ഇതിനേക്കാളും വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടാവുമല്ലോ എന്ന് പറയണേ. അപ്പോൾ പറയുന്നുണ്ട്, വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്, അവൾക്ക് സ്വർണ്ണത്തിൻ്റെ ചെയിൻ വാങ്ങിച്ചു കൊടുത്തു, വാച്ച് വാങ്ങിച്ചു കൊടുത്തു, ഡ്രസ്സ് വാങ്ങിച്ചു കൊടുത്തു, അങ്ങനെ ഓരോ സാധനങ്ങളും വാങ്ങിച്ചു കൊടുത്തു എന്ന് പറയണേ. വാങ്ങിച്ചു കൊടുക്കും, വാങ്ങിച്ചു കൊടുക്കാതിരിക്കത്തില്ലല്ലോ, എല്ലാം വാങ്ങിച്ചു കൊടുക്കും എന്ന് പറയണം. അപ്പോൾ വളരെ മോശമായിട്ടാണ് സംസാരിക്കുന്നത്. അങ്ങനെ
അങ്ങനെയൊക്കെ സംസാരിച്ചുകൊണ്ട് വൈജയന്തി പറയുന്നുണ്ട്, പുറമേ തരുന്ന സമ്മാനങ്ങളൊക്കെ കൊള്ളാം, അകമേ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാലേ അത് അത്ര നല്ലതായിരിക്കത്തൊന്നുമില്ല എന്ന് പറയണം. മോശമായിട്ട് സംസാരിക്കുകയാണ്. അപ്പോൾ ബാലചന്ദ്രൻ ഇതെല്ലാം കൂടി കേട്ടിട്ട് ആകെ വല്ലാതാവുന്നുണ്ട്. ബാലചന്ദ്രൻ അവിടുന്ന് ഇങ്ങനെ മാറി നിൽക്കുകയാണ്. ഇത് കേട്ടിട്ട് മോശമായിട്ട് തോന്നിയിട്ട്, നീ എന്തൊക്കെയാണ് വൈജി സംസാരിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, പെണ്ണ് ഒരുമ്പെട്ട് കഴിഞ്ഞാലേ എന്ത് വേണമെങ്കിലും സമ്മാനമായിട്ട് കിട്ടും എന്ന് പറയണം. എന്നിട്ട് അവിടെ നിന്ന് പോവാൻ നിൽക്കണം. മതി, നിർത്ത് വൈജി എന്ന് പറയുമ്പോൾ വൈജ അവിടെ നിന്ന് പോകാൻ നിൽക്കുമ്പോൾ, ചോദിച്ച് തീർന്നോ എന്ന് ചോദിക്കുക. എന്നാൽ എനിക്ക് അങ്ങോട്ടേക്ക് ഒന്ന് ചോദിക്കാനുണ്ട് എന്ന് പറയണ അലീന. അത് കേൾക്കാനായിട്ട് ഇങ്ങനെ തിരിഞ്ഞു നിൽക്കുന്ന വൈജയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.